तस्मै श्री गुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं देवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम् परमानन्दमाधवं श्रीचैतन्यमीश्वरं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने नमो आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे नीलाचल निवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ओम नमो भगवते वासुदेवाय वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 65-ാമത്തെ ശ്ലോകം പ്രതാപരുദ്ര മഹാരാജാവിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നിർത്തിയത്. പ്രതാപരുദ്ര രാജാവ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നെങ്കിലും മഹാപ്രഭു കൂട്ടാക്കിയില്ല. കാരണം പ്രതാപരുദ്ര രാജാവ് ഒരു ലൗകിക, അതായത് ഭൗതിക സുഖങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതിയിട്ട്. പക്ഷെ ഭട്ടാചാര്യർ വിട്ടില്ല. എങ്ങനെയും പ്രതാപരുദ്ര രാജാവിനെ മഹാപ്രഭുവിന്റെ മുന്നിൽ കൊണ്ടിടും എന്ന് ഭട്ടാചാര്യരും തീരുമാനിച്ചു. ഇതാണ് ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്. ഒരു ശുദ്ധ ഭക്തൻ വിചാരിച്ചാൽ എത്ര പതിതാത്മാവായാലും ആ ആത്മാവിനെ ഉദ്ധരിക്കാന് ഒരു ശുദ്ധ ഭക്തന് സാധിക്കും. അതാണ് ഇവിടെ ഭട്ടാചാര്യര് ചെയ്തത്. അപ്പം പ്രതാപരുദ്ര രാജാവ് ഭട്ടാചാര്യരോട് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ഏറ്റവും അധപതിച്ച ആത്മാക്കളാണ് ജഗായി മഥായിമാര്. അവരെ പോലും മഹാപ്രഭു ഉദ്ധരിച്ചു. പക്ഷെ അതിലും അധപതിച്ചവനാണോ ഞാൻ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഭട്ടാചാര്യര് തീരുമാനിക്കും. എന്നിട്ട് പറയും പ്രതാപരുദ്ര രാജാവിനോട്, രഥയാത്ര വരുന്നുണ്ട് അടുത്ത് തന്നെ. ആ രഥയാത്രയുടെ സമയത്ത് മഹാപ്രഭു രഥത്തിന്റെ മുന്നില് സങ്കീർത്തനം ചെയ്തുകൊണ്ട് പോകും. കൂടെ മഹാപ്രഭുവിന്റെ അനുയായികൾ, അതായത് 7-8 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിട്ടാണ് ഓരോ ഗ്രൂപ്പിനും ഓരോ നേതാക്കള്. അവര് സങ്കീർത്തനം ചെയ്യും. ബാക്കിയുള്ളവര് മൃദംഗം, കരതാളം, ഇതൊക്കെ വാദ്യങ്ങള് ആലപിക്കും. അങ്ങനെ നൃത്തം ചെയ്ത് ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയോടെയാണ് ഇവരെ ഗുണ്ടിച്ച ടെമ്പിൾ വരെ രഥത്തിനെ അകമ്പടി സേവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് മഹാപ്രഭു ജഗന്നാഥന്റെ വല്ലഭഗാർഡനില്, പൂന്തോട്ടത്തില് അവിടെ മൂർച്ഛിച്ചു വീഴും. ആ സമയത്ത് അങ്ങ് അവിടെ പോയിരുന്നിട്ട്, അത് രാജകീയ വേഷത്തിലല്ല, സാധാരണ പൗരന്റെ വേഷത്തില് അവിടെ പോയിരുന്നിട്ട്
ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ രാസലീല അടങ്ങുന്ന 5 അധ്യായങ്ങൾ അവിടെ ഇരുന്ന് വായിക്കണം, വായിച്ചു കേൾപ്പിക്കണം. അപ്പം പ്രതാപരുദ്ര രാജാവ് പറഞ്ഞതുപോലെ ചെയ്യും. രാസലീലയുടെ ഭാഗം, ആ ശ്ലോകങ്ങള് ഉരുവിടുന്ന സമയത്ത് മഹാപ്രഭു അബോധാവസ്ഥയിൽ നിന്നുണർന്ന് പ്രതാപരുദ്ര രാജാവിനെ ആലിംഗനം ചെയ്യും. അങ്ങനെ പ്രതാപരുദ്ര രാജാവിന്റെ ദീർഘനാളത്തെ ആഗ്രഹം സഫലമാകുക ചെയ്യുക. പിന്നീട് മഹാപ്രഭുവിന്റെ പരമഭക്തനായിട്ട് മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഒരു ശുദ്ധഭക്തന്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാല് അത് ഏതെങ്കിലും ഒരു ഭക്തന്റെ കരുണ കൊണ്ട് മാത്രമാണ് നമ്മൾക്കിത് സാധിക്കുക. വൈഷ്ണവരുടെ കൃപയില്ലാണ്ട്, കരുണയില്ലാതെ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നേറാൻ സാധിക്കില്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വൈഷ്ണവന്റെ സ്വാധീനം നമ്മളുടെ ജീവിതത്തിലുണ്ട്, അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് വരാം. അങ്ങനെ നമുക്ക് ആധ്യാത്മിക ഗുരുവിന്റെ സമ്പർക്കം നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ പ്രതാപരുദ്ര രാജാവിന്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പം ഇവിടെ വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ ധ്യാനിക്കേണ്ടതെന്ന്. അതായത് ഭഗവാന്റെ ത്രിഭംഗ സുന്ദരമായിട്ടുള്ള രൂപത്തില്, ശ്യാമസുന്ദര രൂപത്തെ വേണം നമ്മൾ ധ്യാനിക്കാൻ. അതായത് ഓട്ടക്കുഴലിൽ പിടിച്ചു നിൽക്കുന്ന, 3 വശത്ത് ഒടിവോടുകൂടി വളവുകളോടുകൂടി നിൽക്കുന്ന ശ്യാമസുന്ദരന്റെ മനോഹരമായിട്ടുള്ള രൂപം, ആ രൂപത്തെ നമ്മൾ എപ്പോഴും ഉള്ളില് ധ്യാനിക്കാൻ നമ്മൾ പരിശീലിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, വേണും കൊണന്തം അരവിന്ദദളായ താക്ഷം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആ രൂപം, ആ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന ത്രിഭംഗ സുന്ദരന്റെ ആ രൂപം, അതാണ് ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ആ രൂപത്തെയാണ് ഭക്തർ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുക. ഇനി അടുത്ത ശ്ലോകം, അതായത് 66. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് നമ്മൾക്ക് സുപരിചിതമാണ് ഈ ശ്ലോകം, അല്ലെ? പക്ഷെ ഇത് ശുദ്ധ ഭക്തർക്കുള്ളതാണ്. അതായത് ഭഗവാന്റെ നിരപേക്ഷ ഭക്തരെ ഉള്ളതാണ് ഈ ശ്ലോകം എന്ന് പറയുന്നത്. ഭഗവാനെ മാത്രം ആരാധിക്കുന്നവർക്ക്, അനന്യ ഭക്തി പരിശീലിക്കുന്നവർക്കാണ് ഈ ശ്ലോകം. ഇതിലെന്താ പറയുന്നത്? സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ, ഭയപ്പെടേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് എല്ലാം ഉപേക്ഷിക്കുക, എല്ലാ ധർമ്മങ്ങളും ജ്ഞാനങ്ങളും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനിൽ പരിപൂർണമായിട്ട് നമ്മൾ ഭഗവാനിൽ സറണ്ടർ ചെയ്യണം, സമർപ്പിതരാവണം. ഭഗവാൻ അല്ലാതെ വേറെ ആശ്രയമില്ല എന്ന് നമ്മള് ഉത്തമ ഒരു ബോധ്യം നമുക്ക് വരണം. അത് ഭഗവാനോട് പറയുകയും വേണം, അങ്ങ് അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാര് ഇതൊക്കെ താൽക്കാലികമാണ്, ഭർത്താവ്, ഭാര്യ, മക്കള്, ഇതൊന്നും ശാശ്വതമല്ല. നമ്മളും ശാശ്വതമല്ല. എന്നും ശാശ്വതമായിട്ടുള്ളത് ആരാണ്? ഭഗവാൻ മാത്രമാണ്. നമ്മളുടെ ഏതവസ്ഥയിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്നത് ആരാണ്? ഭഗവാൻ മാത്രമാണ്. അങ്ങ് തന്നെ എനിക്ക് ആശ്രയമുള്ളൂ, വേറെ ആരും ഇല്ല എനിക്ക് എന്ന് നമ്മള് പരിപൂർണമായിട്ട് ബോധ്യം നമുക്കുണ്ടാവണം. അത് ഭഗവാനോട് പറയണം. അങ്ങനെ ഉപേക്ഷിക്കരുത് എന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതാണ് ശരണാഗതി പറയുന്നത്. അപ്പം ആ ശരണാഗതി കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളെയും ധർമ്മങ്ങളെയും ഒക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള പാപവാസനകളെ ഉപേക്ഷിക്കുക. അതെങ്ങനെ സാധിക്കും? നമ്മൾ ഭഗവാന് സമർപ്പിതരായി കഴിഞ്ഞാല്, നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് നമ്മളുടെ പാപങ്ങളൊക്കെ, നമ്മൾ കോടിക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ജന്മങ്ങളിലൊക്കെ നമ്മൾ സംഭരിച്ചു കൂട്ടിയത് ഒരേ ഒരു കാര്യം ഈ പാപങ്ങളാണ്. ആ പാപങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ പാപങ്ങൾ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പൊ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് ആ പാപങ്ങൾ ഇല്ലാതാകും. പാപം ചെയ്യാനുള്ള വാസന ഭഗവാൻ ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കാന് സാധിക്കും. ഇപ്പം നമുക്കൊരു സംശയം വരാം, ഹൃദയശുദ്ധി കൈവരിക്കാനുള്ള മാർഗങ്ങൾ പലതില്ലേ? നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇത്രയും നാൾ നമ്മൾ ഗീത പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്, ഹൃദയശുദ്ധി കൈവരിക്കണമെങ്കിൽ
അതിന് പല മാർഗങ്ങളുണ്ട്. വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്താൽ പോരെ എന്ന്. പക്ഷെ ആ അനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഹൃദയശുദ്ധി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് സമയമെടുക്കും. കർമ്മകാണ്ഡത്തില് ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം, ധ്യാനം, യോഗം, അഷ്ടാംഗ യോഗം, ഇതിലെല്ലാം കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ധാരാളം സമയമെടുക്കും. പക്ഷെ ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മാർഗമാണ്. ഒരു ചെറിയ സേവനം മതി, നമ്മളത് സിൻസിയർ ആയിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പൊ ഇവിടെ ശരണാഗതി സ്തോത്രം ഇവിടെ രൂപ ഗോസ്വാമിയുടെ ഹരിഭക്തി വിലാസത്തിൽ നിന്ന് ഇവിടെ കൂട്ടി ചെയ്തിട്ടുണ്ട്. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷിഷ്യതേതി വിശ്വാസോ ഗോപ്തൃത്വേ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. 6 തരത്തിൽ നമുക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാം. അത് ഏതൊക്കെയാണ്? ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങള് സ്വീകരിക്കുക, പ്രതികൂലമായതിനെ തിരസ്കരിക്കുക, പിന്നെ എപ്പോഴും ഏതവസ്ഥയിലും ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ഭഗവാൻ ഏതവസ്ഥയിലും ഭഗവാൻ പരിപാലിക്കും, നമ്മളെ ഉപേക്ഷിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. പിന്നെ നമ്മളില് വിനയം ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. ഭഗവാൻ ആണ് ശക്തിമാൻ ഭഗവാനാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ. നമ്മള് പതിതാത്മാവാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. അതാണ് വിനയം എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മളുടെ ഉള്ളില് ഉണ്ടാവണം. അപ്പം ഈ 6 കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായിട്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഭാഗ്യമല്ല. പിന്നെ എന്താണ് ഭാഗ്യം എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മുടെ മുജ്ജന്മ പുണ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ടോ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ സൗഭാഗ്യം എന്ന് പറയുന്നത് കൃഷ്ണഭക്തി. കൃഷ്ണഭക്തി പരിശീലിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദരും നമ്മളോട് പറയുന്നത്, കൃഷ്ണഭക്തരാവുക. അതാണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ കണ്ടതാണ്, യോഗിനാമപി സർവേഷ മദ്ഗതേരന്തരാത്മന. ഏറ്റവും എല്ലാ യോഗികളിലും വെച്ചിട്ട് ഏറ്റവും വലിയ യോഗി ആരാണ്? ഭക്തി യോഗിയാണ്. അപ്പം ഭഗവാൻ കൃഷ്ണന്റെ പരമസുന്ദരമായ രൂപത്തിൽ ആകൃഷ്ടനായിരിക്കണം. ഏവരെയും ആകർഷിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻ എന്ന പേര്. കൃഷ്ണൻ എന്ന് പറഞ്ഞാല് സർവ ആകർഷകൻ, എല്ലാവരെയും ആകർഷിക്കുന്നത്, എല്ലാത്തിനെയും ആകർഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭഗവാന്റെ സുന്ദരവും സർവവിഭൂതി പൂർണവുമായ കൃഷ്ണന്റെ ആകാരത്താൽ ആകൃഷ്ടനായ ഒരു വ്യക്തി സൗഭാഗ്യവാനാണ്. ആധ്യാത്മിക ചിന്തകൾ പല വിധത്തിലുണ്ട്, പല മാർഗങ്ങളിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ചിലര് വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തെ, അതായത് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരാൻ, ഭഗവാന് രൂപമില്ല, അരൂപിയാണ് ബ്രഹ്മം, ഭഗവാന്റെ ശരീരത്തിലെ തേജസ് അതാണ് ഭഗവാന്റെ രൂപമെന്ന് കരുതി അതിനെ ആരാധിക്കുന്നവരുണ്ട്. മറ്റു ചിലര് പരമാത്മാവിനെ ആരാധിക്കുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതാണ്, വദന്തി തത്വവേദസ്തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മയതി പരമാത്മേതി ഭഗവാൻ യതി ശബ്ദതേ. ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവരുണ്ട്, പരമാത്മ സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവരുണ്ട്. അതായത് യോഗ പരിശീലിക്കുന്നവര്, ധ്യാനം പരിശീലിക്കുന്നവരൊക്കെ പരമാത്മ സാക്ഷാത്കാരത്തിൽ കൂടി മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇതിനെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠമാണ് എന്ത്? പരമപുരുഷന്റെ വ്യക്തിഭാവത്തിൽ, അതിലേറെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദര രൂപത്തിൽ മനസ്സുറച്ചവൻ തന്നെ തികഞ്ഞ ആധ്യാത്മികവാദി. അതായത് ഭഗവത് സാക്ഷാത്കാരം, ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപത്തെ ആരാധിക്കുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവർ. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള മാർഗമെന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ നമ്മളവിടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണ ബോധത്തോടെ ഭഗവാന് ചെയ്യപ്പെടുന്ന സേവനം തന്നെ ജ്ഞാനത്തിന്റെ അതിഗോപ്യമായിട്ടുള്ള അംശം. 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. ഇത് രാജവിദ്യയാണ്. ഏതാ? ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് അതീവ ഗോപ്യമാണ്, അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഭഗവത്ഗീതയുടെ കാതൽ. ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുക, അതാണ് ഒരു ജീവാത്മാവിന്റെ കർത്തവ്യം. കർമ്മയോഗികൾ, ഭൗതിക തത്വചിന്തകർ, ധ്യാനയോഗികൾ, ഭക്തന്മാർ, ഇവരെല്ലാം തന്നെ ആധ്യാത്മിക ചിന്തകരെന്ന് വിളിച്ചു വരുന്നു. പക്ഷെ ഇവരിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറയുന്നത്.
അപ്പം ഭക്തി മാർഗത്തിൽ വന്ന് ഭക്തിയുടെ സേവനത്തിന്റെ പാതയില് മുന്നേറുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഭക്തന്മാരെ പരിപൂർണമായിട്ടും ആരെ ആശ്രയിക്കുന്നു? ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് മാർഗത്തിൽ കൂടി പോയാലും, കർമ്മയോഗത്തിൽ കൂടി പോയാലും, ജ്ഞാനയോഗത്തിൽ കൂടി പോയാലും, അഷ്ടാംഗ യോഗത്തിൽ കൂടിയൊക്കെ പോയാലും നമുക്ക് ശുദ്ധരാവാൻ നമ്മൾ സ്വയം കഷ്ടപ്പെടണം, അധ്വാനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശുദ്ധരാവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഭക്തിയുടെ സേവനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സേവനം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഉള്ളിലെ പാപങ്ങളെല്ലാം പോയിട്ട് നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കാന് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തിയുടെ സേവനം എന്തു പറയുന്നത്? സുസുഖം കർത്തുമവ്യയം. ഇത് വളരെ എളുപ്പമാണ് പരിശീലിക്കാൻ. ആർക്കും എപ്പോഴും എവിടെ വെച്ചും പരിശീലിക്കാം. ഭഗവാന്റെ നാമം അതും ഒരു സേവനമാണ്. നാമം ആർക്കും ജപിക്കാം. ഭഗവാന്റെ ഒറ്റ നാമം കൊണ്ട് കോടിക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാക്കാന് നമുക്ക് സാധിക്കുന്നു. അതാണ് ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. പക്ഷെ ഭക്തിയുടെ സേവനത്തിൽ അത് എന്ത് സേവനമായാലും നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, സിൻസിയർ ആയിരിക്കണം. ഒരു ചെറിയ സേവനം മതി, ഒരുപാട് ചെയ്യേണ്ട. ആ ചെറിയ സേവനം കൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഭഗവാനിൽ ഉത്തമ വിശ്വാസം ഉണ്ടാവണം, നമ്മൾ സിൻസിയർ ആയിരിക്കും. ഭഗവാൻ പരിപൂർണനാണ് അല്ലേ? നമ്മളാരും പരിപൂർണരല്ല. ദേവീദേവന്മാരാരും പരിപൂർണരല്ല. അവര് ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. അപ്പം പരിപൂർണനായിട്ട് ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാന് സാധിക്കുകയുള്ളൂ. ഭഗവാൻ മാത്രമേ നമ്മളെ ഭൗതികതയിൽ നിന്ന് മുക്തരാക്കാൻ, സ്വതന്ത്രരാക്കാന് സാധിക്കുകയുള്ളൂ. ദേവീദേവന്മാരൊക്കെ 33 ദേവീദേവന്മാരുണ്ട്. അവരെല്ലാം തന്നെ ഭഗവാന്റെ ആശ്രിതരാണ്. അവര് വിചാരിച്ചാൽ നമ്മളെ സ്വതന്ത്രരാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പൊ ഒരു കമ്പനിയിൽ, ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലിക്ക് ചേരണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ബോസ്, ഉടമസ്ഥൻ വിചാരിച്ചെങ്കിലും നമുക്ക് ജോലി തരാൻ സാധിക്കുകയുള്ളൂ. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമോ? ഇല്ല. കാരണം അതിന്റെ ഉടമസ്ഥനെ ആശ്രയിച്ചാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ വിചാരിച്ചാൽ നമുക്ക് ജോലി കിട്ടില്ല. അതുപോലെയാണ് ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ദേവീദേവന്മാരെ നിലകൊള്ളുന്നത്. അവര് വിചാരിച്ചാൽ നമ്മളെ സ്വതന്ത്രരാക്കാനേ ഒരിക്കലും സാധിക്കില്ല. അപ്പം അങ്ങേയറ്റം പാപിയായിട്ടുള്ള ഒരു ആത്മാവ് ആണെങ്കിൽ പോലും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഒരു ഭക്തന്റെ സമ്പർക്കം കൊണ്ട് അവര് താല്പര്യം കാണിക്കും. പക്ഷെ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരെ, ഭഗവാൻ നിരാകാരനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക്, ഭഗവാനോട് ഈർഷ്യയുള്ളവർക്കൊന്നും ഭഗവാനിലേക്ക് വരാൻ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആസുര സ്വഭാവികൾക്ക് ഇതൊന്നും ഭഗവാനിലേക്ക് വരാൻ അവർക്ക് ഒരു താല്പര്യവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര പേരോട് പറഞ്ഞാലും വളരെ ചുരുക്കം പേരാണ് നാമം ജപിക്കാൻ കൂടി തയ്യാറാവുന്നത്. ഇതിന്റെ കാരണം ഇതാണ്. അവർക്ക് ആസുര സ്വഭാവികളാണ്, അവർക്ക് ഭഗവാനിൽ വിശ്വാസമില്ല, അഭക്തരാണ്. അതുകൊണ്ടാണ് ഒരു ഭഗവാനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ വഴിയിലേക്ക് വരാൻ അവർക്ക് ഒരു കാരണവശാലും അവര് തയ്യാറാവാത്തത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? നമ്മൾ മുമ്പും കണ്ടു. ഭഗവാൻ ഒരേ ഒരു ഡിമാൻഡേ വെക്കുന്നുള്ളൂ. എന്താണത്? മന്മനാഭവം. അതായത് എന്നെ എപ്പോഴും സ്മരിക്കുക, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക. ഈ ഒരു കണ്ടീഷനെ ഭഗവാൻ ആവശ്യപ്പെടുന്നുള്ളൂ. വേറൊന്നും നമ്മളോട് ഭഗവാൻ ആവശ്യപ്പെടുന്നില്ല. ഈ ശ്ലോകത്തിലാണെങ്കിലോ ഭഗവാന് പരിപൂർണമായിട്ട് സമർപ്പിതരാവാനാണ് ഭഗവാൻ പറയുന്നത്. വേറെ ഒന്നും വേണ്ട ഭഗവാന്, എന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം, മറ്റു പ്രവൃത്തികളെല്ലാം ഉപേക്ഷിക്കൂ. അതായത് വേദങ്ങളിൽ പറയുന്ന അനുഷ്ഠാനങ്ങളൊന്നും നിങ്ങൾ അനുഷ്ഠിക്കേണ്ട, അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ പരിപൂർണമായിട്ട് ആശ്രയിക്കൂ. ഇതാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അപ്പം ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിലെ പാപവാസനകള് നീക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ വാസന അത് നമ്മള് ജന്മജന്മാന്തരങ്ങളായിട്ട് കൊണ്ടുവന്നതാണ് നമ്മളുടെ ഉള്ളിലെ വാസനകളെല്ലാം. അത് നല്ലതായാലും മോശമായാലും ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നതാണ്. ആ വാസനകളൊക്കെ ഇല്ലാതാകണമെങ്കിൽ ഭഗവാനെ പരിപൂർണമായിട്ട് നമ്മളെ ശരണാഗതി അടയണം. എങ്കിൽ മാത്രമേ ആ വാസനകൾ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ആ വാസനകൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പാപങ്ങൾ ചെയ്യില്ല. അങ്ങനെ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് സംശയം, യേശാം ത്വന്തഗതം പാപം ജനാന പുണ്യകർമ്മണ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതിൽ പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് ഹൃദയവിശുദ്ധി കൈവരിച്ചവർക്ക് മാത്രമേ ഭഗവാനെ ആശ്രയിക്കാന്, ഭഗവാനെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഹൃദയവിശുദ്ധി കൈവരിക്കാന് നമ്മൾ ഒന്നും ചെയ്യണ്ട. വേദങ്ങളിലെ പറയുന്ന കർമ്മകാണ്ഡങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭക്തിയുടെ സേവനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക്
ഹൃദയശുദ്ധി കൈവരിക്കാന് നമുക്ക് സാധിക്കും. അതുപോലെ വേദേഷു തപസ്സിശ്ചൈവ, വേദങ്ങള് പഠിക്കുന്നത് കൊണ്ട്, തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഭഗവത് ജ്ഞാനം നേടുന്നത് കൊണ്ടൊക്കെയുള്ള ഫലങ്ങള് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഭക്തിയുടെ സേവനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ ഗുണങ്ങളും പറയുന്നുണ്ട് ഭഗവാൻ, അല്ലെ? ഭഗവാൻ ആ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് എല്ലാ ദൈവിക ഗുണങ്ങളും കൈവരും, ഓട്ടോമാറ്റിക്കായിട്ട് കൈവരും. നമ്മൾ സേവനം ചെയ്ത് മുന്നോട്ട് പോകും തോറും എല്ലാ ഗുണങ്ങളും കൈവരിക്കാന് ഒരു വ്യക്തിക്ക്, ഒരു ജീവാത്മാവിന് സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ശ്രീല പ്രഭുപാദർ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർമ്മയോഗികൾ, ഭൗതിക തത്വചിന്തകർ, ധ്യാനയോഗികൾ, ഭക്തർ, ഇവരെല്ലാം ആധ്യാത്മിക ചിന്തകരെന്ന് വിളിച്ചു വരുന്നു. എന്നാൽ ഇവരിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനാണ് ഒരു ശുദ്ധഭക്തൻ. അതാണ് ഭക്തി മാർഗത്തിൽ വരുന്നവർ. അതായത് ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ മാശുച എന്ന് പറയുന്നുണ്ട്. മാശുച എന്ന് പറഞ്ഞാൽ അർജുന, നീ ദുഃഖിക്കേണ്ട. ഭഗവാന് മനസ്സിലായി അർജുനന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ അർജുനൻ ചിന്തിക്കുകയാണ്, എനിക്ക് തപശ്ചര്യകള ഇതെല്ലാം അനുഷ്ഠിക്കാൻ എനിക്ക് സമയമുണ്ടോ? എന്റെ ആയുഷ്കാലം കഴിയാറായില്ലേ? എനിക്കതിന് സമയമുണ്ടോ? ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ലേ എന്നാണ് അർജുനൻ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭഗവാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, മാശിച്ച അർജുന, നീയെ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത്. ഇനി അതിനായിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. എന്നെ സേവിക്കൂ, ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ. അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പറഞ്ഞത്? നീ യുദ്ധം ചെയ്യൂ, ഇല്ലേ? എത്ര തവണ നമ്മൾ കണ്ടതാണത്. നീ ആലസ്യമെല്ലാം വിട്ട് നീ ഉണർന്നെഴുന്നേറ്റ് നീ യുദ്ധം ചെയ്യൂ അർജുന. അതാണ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുക. ഭഗവാനാണ് പറയുന്നത്, അർജുനൻ അത് അനുസരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നീ എന്നെ അനുസരിക്കൂ, നീ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ച് നീ ആലോചിക്കേണ്ട, അതെല്ലാം എനിക്ക് വിട്ടേക്കൂ, ഞാനതെല്ലാം നോക്കിക്കൊള്ളാം. നീ എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാകും. നമുക്കറിയാം മുച്ചുകുന്ദൻ, ഖട്വാങ്കൻ, ഇവരൊക്കെ ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ പ്രാപ്തി കൈവരിച്ചവരാണ്, അല്ലേ? ഇവിടെ ഭഗവാൻ തൊട്ടു മുന്നിൽ നിന്നിട്ടാണ് അർജുനൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാൻ അർജുനൻ ഇത്രയധികം സമയം എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാന്, നീ വേറൊന്നും ഓർത്ത് നീ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഒരു തിരുനാമം ഉച്ചരിക്കുന്നത് കൊണ്ട് കോടിക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങള് തീരുമെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കുന്നത് കൊണ്ട് ആ ഒരു നിമിഷം കൊണ്ട് നമുക്ക് മുക്തരാവാന് നമുക്ക് സാധിക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, കൃഷ്ണ ഭക്തി കയ്യില സർവകർമ്മ ഹോയില. ഭഗവാന്റെ ഭക്തി പരിശീലിച്ചു കഴിഞ്ഞാല് നമ്മളുടെ എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ ഇല്ലാതാകുമെന്ന്. അത്രയ്ക്ക് മഹത്വമാണ് ഭഗവാന്റെ ഭക്തിക്ക്. അപ്പൊ ഭക്തിയുടെ സേവനത്തിനും അത്രയധികം മഹത്വമുണ്ട്. ഇനി അടുത്ത ശ്ലോകം. ഇദം തേ ന തപസ്കായ ന ഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാം യോ അഭ്യസൂയതേ. അപ്പം പറയുന്നുണ്ട്, ഇത് പരമരഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ഇതൊരിക്കലും എങ്ങനെയുള്ളവരോട് ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത് തപസ്സില്ലാത്തവനായിട്ടുള്ളവനോട് ഉപദേശിക്കാൻ പാടില്ല. ഭക്തി ഇല്ലാത്തവനും ഭഗവാനെ കുറിച്ച് ശ്രവിക്കാൻ ആഗ്രഹമില്ലാത്തവനോടും, അതായത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാത്തവനോടും ഉപദേശിക്കാനേ പാടില്ല. അതുപോലെ ഭഗവാനോട് അഭ്യസൂയതി, മനുഷ്യദേഹ ദൃഷ്ട്യ ദോഷാരോപണം ചെയ്യുന്നു, അസൂയപ്പെടുന്നു, അങ്ങനെയുള്ളവരോടും ഉപദേശിക്കാന് പാടില്ല. അപ്പം ഈ ശ്ലോകത്തില് എങ്ങനെയുള്ളവർക്കാണ് ഈ രഹസ്യമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കേണ്ടത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയുള്ളവർക്കും രഹസ്യമായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കരുത്. അപ്പൊ ഭഗവത്ഗീത തോന്നിയപടി എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാന് പാടില്ല എന്നാണ് അർത്ഥം. ഭഗവാനിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക്, അതാണ് ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം, വിശ്വാസം. ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക്, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഗീത ഉപദേശിക്കാനേ പാടുള്ളൂ. ഭഗവാനോട് അസൂയുള്ളവർക്ക്, അസൂയ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർക്ക്, അഭക്തരായിട്ടുള്ളവർക്ക്, ഭഗവാൻ നിരാകാരനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഒന്നും ഗീത ഉപദേശിക്കാന് പാടില്ല. ആസുര സ്വഭാവികൾക്ക് ഗീത ഉപദേശിക്കാന് പാടില്ല എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്.
അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാണ് മോഹാശ മോഹകർമ്മണ മോഹജ്ഞാന വിജയദസ. അവിടെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇത് തന്നെ നമ്മൾ കണ്ടതാണ്. ആസുര സ്വഭാവങ്ങളെ, നിരീശ്വരവാദികളെ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഗീത ഉപദേശിച്ചു കൊടുക്കാന് പാടില്ല. അതായത് പാപികൾ പോലും ഭഗവാനെ സ്വീകരിക്കും. നമ്മൾ അവരോട് പറഞ്ഞ പാപാത്മക്കളാണെങ്കിൽ അവരത് അംഗീകരിക്കാൻ തയ്യാറാകും. ഭക്തരുടെ സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാല് നമ്മളൊക്കെ പതിതാത്മാക്കളാണ്. പക്ഷെ നമ്മളൊക്കെ ഭക്തരുടെ സമ്പർക്കത്തിൽ വന്നു അവര് പറയുന്നത് കേട്ടുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വന്നത്. അല്ലാണ്ട് നമ്മളുടെ മിടുക്കൊണ്ടല്ല. ഒരു ശുദ്ധ ഭക്തൻ നമ്മളോട് ദയ കാണിച്ചു, അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇവിടെ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേർന്നത്. അതുപോലെ പാപാത്മാക്കൾ ഇത് അനുസരിക്കാൻ തയ്യാറാകും, പക്ഷെ ദുഷ്കൃതികൾ ഒരിക്കലും ഇത് ഭഗവാനെ അംഗീകരിക്കാന് തയ്യാറാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് യോഗ്യരായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭഗവത്ഗീത ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാന് പാടുള്ളൂ എന്ന്. ഇവിടെ ആതപസ്കായ പറഞ്ഞാല് ഇന്ദ്രിയ നിഗ്രഹം കൈവരിക്കാൻ സാധിക്കാത്തവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല. കഴിവുണ്ടെങ്കിലും ഇന്ദ്രിയ സംയമനം കൈവരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപദേശിക്കാൻ പാടില്ല. പിന്നെ അശ്വശ്രൂഷവേ, ഭഗവാനെ കുറിച്ച് ശ്രവിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. പിന്നെ മാമിയോ അഭ്യസൂയതി, ഭഗവാൻ സാധാരണ മനുഷ്യനാണ്. അവജാനന്തി മാമൂഢ മാനുഷീം തനുമാശ്രിതം, ഭഗവാനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കണക്കാക്കുന്നവർക്ക് ഒരിക്കലും, അതായത് ഭഗവാൻ നമ്മളെ പോലെ സാധാരണ മനുഷ്യനാണ്, ത്രിഗുണങ്ങൾക്ക് അടിമയാണ് എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് അവരോട് സംസാരിക്കാനേ പാടില്ല. ഗീത ഞാൻ അവർക്ക് ഉപദേശിച്ചു കൊടുക്കാന് പാടില്ല. ശ്രീല പ്രഭാതര് പറയുന്നുണ്ട്, വിദേശികൾ ഒരു ലെക്ചറിൽ കേട്ടതാണ്, നമ്മൾ ദിവസവും പ്രഭാതരുടെ ഒരു ലെക്ചറെങ്കിലും നമ്മൾ കേൾക്കാന് നമ്മൾ ശ്രമിക്കണം. ധാരാളം ഓഡിയോസ് കിട്ടും. ഇപ്പൊ പള്ളിച്ചലിൽ നിന്നും ഇപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടി നമ്മൾ പ്രഭാതരുടെ ലെക്ചർ ഒരെണ്ണമെങ്കിലും നമ്മൾ ദിവസവും നമ്മൾ കേൾക്കണം. നമുക്ക് പ്രഭാതരിൽ നിന്ന് നമ്മൾ നേരിട്ട് കേൾക്കാൻ സാധിക്കില്ല, പക്ഷെ പ്രഭാതരുടെ വോയിസ് നമുക്ക് കേൾക്കാം. പ്രഭാതരുടെ എന്താണ് നമ്മളോട് പ്രഭാതർ പറഞ്ഞതെന്ന് നമുക്ക് നേരിട്ട് നമ്മൾ ശ്രവിച്ച് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു ചിട്ടയാക്കി മാറ്റുക, ഒരു നിഷ്ഠയാക്കി മാറ്റുക പ്രഭാതരുടെ ലെക്ചർ കേൾക്കുക എന്നുള്ളത്. പ്രഭാതര് പറയുന്നുണ്ട്, വിദേശികൾക്ക് ജ്ഞാനമില്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? വിരക്തി ഉണ്ടായിരുന്നു. അവർക്ക് ഭഗവാനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് പ്രഭാതരിൽ നിന്ന് കൃഷ്ണ എന്നൊരു വാക്ക് അവര് കേൾക്കുന്നത്. കൃഷ്ണന്റെ ചിത്രം അവര് കണ്ടിട്ടില്ല. പ്രഭാതരിൽ കൂടിയാണ് അവര് കൃഷ്ണനെ മനസ്സിലാക്കിയത്. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ആ കൃഷ്ണനിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിലുപരി ശ്രീല പ്രഭാതരെ അവരെ പരിപൂർണമായിട്ട് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഭക്തിമാർഗത്തിൽ മുന്നേറാൻ ഇത്ര എളുപ്പം അവർക്ക് കൃഷ്ണാവബോധം അംഗീകരിക്കാൻ അവർക്ക് സാധിച്ചത്. അവർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമുക്കും ഭഗവാനില് നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവണം. ഭഗവാനിലും നമ്മളുടെ ഗുരുവിലും നമുക്ക് ശ്രീല പ്രഭാതരിലും നമുക്ക് ഉത്തമ വിശ്വാസം ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കും. അപ്പം ഭോഗാസക്തരായവർക്ക് ഭഗവത്ഗീതയുടെ പൊരുൾ സുഗ്രാഹ്യമല്ലെന്നുള്ളതാണ് വാസ്തവം. ഭോഗാസക്തൻ അല്ലെങ്കിലും വേദോക്തങ്ങളായ നിബന്ധനകൾ പിഴയ്ക്കാതെ അനുഷ്ഠിക്കുന്ന ഒരാൾ പോലും ഭക്തൻ അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാന് സാധിക്കില്ല. പക്ഷെ ചിലര് കൃഷ്ണ ഭക്തരാണെന്ന് പറയും, പക്ഷെ ഭക്തിയുടെ സേവനം ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. അങ്ങനെയുള്ളവർക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാന് സാധിക്കില്ല. താനാണ് പരമപുരുഷനെന്നും തനിക്ക് തുല്യനായോ ശ്രേഷ്ഠനായോ മറ്റാരും ഇല്ലെന്നും ഭഗവത്ഗീതയിലൂടെ ഘോഷിച്ച കൃഷ്ണനോട്, അതായത് ഭഗവാൻ പറയുന്നുണ്ട് 10-ാം അധ്യായത്തിൽ, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതിമത്വാ ഭജന്തേ മാം ബുധാഭാവസന്നുത. പിന്നെയും പല ശ്ലോകങ്ങളിൽ കൂടി ഭഗവാൻ പറയുന്നുണ്ട്, ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ എന്ന്. പക്ഷെ എന്നിട്ടും അത് വിശ്വസിക്കാത്തവർക്ക്, ഭഗവാനോട് ഈർഷ്യ കാണിക്കുന്നവരോടൊന്നും ഭഗവത്ഗീതയെ കുറിച്ച് പറയാനേ പാടില്ല. കാരണം എന്താണ്? അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവില്ല. അവിശ്വാസികൾക്ക് ഭഗവത്ഗീതയെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ അറിവുണ്ടാക്കുക സാധ്യമല്ല തന്നെ. ആധികാരികതയുള്ള ഒരു ഉത്തമ ഭക്തനിൽ നിന്ന് കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് മുൻപ് ആരും ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. പരമ്പരയിൽപ്പെട്ട ഒരു ഉത്തമ ഭക്തനിൽ നിന്ന് ഭഗവത്ഗീതയെ കുറിച്ച് കേൾക്കണം. കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ.
അല്ലാതെ നമ്മൾ സ്വയമായിട്ട് ഭഗവത്ഗീതയെ വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകം. യൈദം പരമം ഗുഹ്യം മദ്ഭക്തേഷഭിധാസ്യതി ഭക്തി മൈ പരം കൃത്വ മാമേ വൈഷ്യത്യ സംശയഃ. അപ്പം ഇത് പരമരഹസ്യമാണ് ഗീതാജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ഈ രഹസ്യമായിട്ടുള്ള ജ്ഞാനത്തെ എന്റെ ഭക്തർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധ ഭക്തിയുടെ സേവനം സുനിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ ശുദ്ധ ഭക്തരുടെ കാര്യമാണ് പറയുന്നത്. ശ്രീല പ്രഭാതരെ നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ പോലെയുള്ള ശുദ്ധ ഭക്തര്, അങ്ങനെയുള്ളവർ വേണം ഗീതാജ്ഞാനത്തെ മറ്റു ഭക്തർക്ക് ഉപദേശിക്കാനായിട്ട്. അങ്ങനെയുള്ള ഭക്തന്മാരെ, ശുദ്ധ ഭക്തരെ അവസാനം ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പം ഗീതാജ്ഞാനം എന്ന് പറയുന്നത് ഭക്തർക്കിടയിൽ മാത്രം പറയുന്നത്. ഭക്തി ഇല്ലാത്തവർക്ക് മുൻ ശ്ലോകത്തിൽ കണ്ട പോലെ ഭഗവത്ഗീതയെ പറ്റിയോ കൃഷ്ണനെ കുറിച്ചോ മനസ്സിലാക്കാൻ സാധിക്കില്ല. കൃഷ്ണനെയും ഭഗവത്ഗീതയും അറിഞ്ഞ് അംഗീകരിക്കാത്തവരെ ഭഗവത്ഗീതയ്ക്ക് തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം ചമയ്ക്കാൻ തുനിഞ്ഞ് അപരാധമേൽക്കരുത്. നമുക്കറിയാം, മലയാളത്തിൽ തന്നെ 80-85 ഭാഷ്യങ്ങളുണ്ട് ഗീതയ്ക്ക്. ഭാഗവതത്തിനെക്കാട്ടിലും കൂടുതൽ ഭാഷ്യം എല്ലാ ഭാഷകളിലും ഉള്ളത് ഭഗവത്ഗീതയ്ക്കാണ്. പക്ഷെ അതൊന്നും നമ്മൾ വായിക്കാനോ അതേക്കുറിച്ച് കേൾക്കാനോ നമ്മൾ തയ്യാറാവരുത്. കാരണം എന്താണ്? പരമ്പരയിൽപ്പെട്ട ഒരു 4 സമ്പ്രദായങ്ങളുണ്ട്. ഇതെല്ലാം പരമ്പര വഴിക്കുള്ളതാണ്. ഈ 4 സമ്പ്രദായങ്ങളിൽപ്പെട്ട ആൾക്കാരിൽ നിന്ന് മാത്രമേ ഭഗവത്ഗീത കേൾക്കാന്, ഭഗവത്ഗീത, ഭാഗവതം മുതലായവ കേൾക്കാന് പറ്റുകയുള്ളൂ എന്ന് ശ്രീല പ്രഭുപാദര് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മളുടെ പരമ്പര, ബ്രഹ്മമാധവ ഗൗഡിയ പരമ്പര. കാരണം എന്താണ്? പരമ്പര വഴിക്കാണ് ഈ ജ്ഞാനം കൈമാറി വരുന്നത്. നമ്മളുടെ ആധ്യാത്മിക ഗുരു അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് കേട്ടു, ആ ഗുരു അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് കേട്ടു. ഇങ്ങനെ അതുകൊണ്ടാണ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, യഥാരൂപം എന്ന ശ്രീല പ്രഭുപാദര് പേര് കൊടുത്തത്. ഭഗവാൻ എന്തു പറഞ്ഞുവോ അത് തലമുറകളായിട്ട് പരമ്പര വഴിക്ക് കൈമാറി വന്നതാണ്. നമുക്കറിയാം, വൈഷ്ണവ ഗീതത്തിന്റെ അവസാനം ഗുരു പരമ്പരയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഭഗവാനിൽ നിന്ന് തുടങ്ങിയാണ് ആ പരമ്പര നിൽക്കുന്നത്. അത് ശ്രീല പ്രഭുപാദരിൽ എത്തി നിൽക്കുകയാണ്. അതാണ് നമ്മളുടെ പരമ്പര എന്ന് പറയുന്നത്. അങ്ങനെ പരമ്പര വഴിക്ക് കിട്ടിയ അറിവാണ് നമ്മളുടെ ഭഗവത്ഗീത ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം അത് പരമ്പര വഴിക്ക് തന്നെ അടുത്ത തലമുറകൾക്ക് കൈമാറി പോകണം. എന്നാലേ അത് ശരിയായിട്ടുള്ള അറിവാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ തോന്നുന്ന പടിക്ക് നമുക്ക് ഇഷ്ടം പടി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും. നമ്മളുടെ ഗുരു എന്താണോ നമ്മൾക്ക് പഠിപ്പിച്ചത് അത് അതേപടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് ശ്രീല പ്രഭുപാദര് നമ്മൾക്ക് തന്ന അറിവെന്ന് പറയുന്നത്. ഭഗവത്ഗീതയെ യഥാർത്ഥ നിലയിൽ നിർവ്യാജം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഭക്തി പ്രവർത്തനങ്ങളിൽ മുന്നേറി ശുദ്ധ ഭക്തൻ എന്ന നിലയിൽ എത്തുന്നു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രഭുപാദ. പവിത്രമായ ഭക്തിയുടെ ഫലമായി അവർ സ്വഭവനമായ ഭഗവത് ധാമത്തില് എത്തിച്ചേരുമെന്നത് തീർച്ചയാണ്. അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു അത് അതേപടി നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ശ്ലോകം. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നു, ആരാണോ ഈ ജ്ഞാനം അതേപടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഭൃത്യനേക്കാൾ എനിക്ക് പ്രിയങ്കരനായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അധ്യേഷ്യതേച്ഛയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിർ. അതായത് നമ്മൾ തമ്മിൽ നടത്തുന്ന പരിപാവനമായിട്ടുള്ള ഈ സംഭാഷണം പഠിച്ചറിയുന്നവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അതായത് ഈ ഭഗവത്ഗീത അർജുനനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണം, ഈ ജ്ഞാനയജ്ഞം ബുദ്ധി കൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കുന്നവര് ബുദ്ധി കൊണ്ട് ഭഗവാനെ സേവിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണം. അസൂയ തീണ്ടാതെ വിശ്വാസത്തോടു കൂടിയും ഇത് ശ്രവിക്കുന്നവൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തനായി പുണ്യാത്മാക്കൾ വാഴുന്ന ശുഭങ്ങളായ ലോകങ്ങളിൽ എത്തിച്ചേരും. ഇനി ശ്രോതാക്കളെ കുറിച്ചിട്ടാണ്, എങ്ങനെയാണ് ഇത് ശ്രവിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്.
ഈ അധ്യായത്തിലെ 67-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനോട് ഈർഷ്യാലുക്കളായിട്ടുള്ളവർക്ക്, ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്കൊന്നും ഭഗവത്ഗീത ഉപദേശിക്കാൻ പാടില്ല എന്ന്. അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാല് ഭക്തർക്ക് മാത്രം ഉള്ളതാണ് ഭഗവത്ഗീത എന്ന്. എങ്കിലും ചിലപ്പോൾ ഒരു ഭക്തൻ പൊതുവായ ഒരു പഠന ക്ലാസ് ആരംഭിച്ചു എന്ന് വരാം. അതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഭക്തരായെന്ന് വരില്ല. അത്തരം തുറന്ന പഠന ക്ലാസ്സുകൾ എന്തിനു നടത്തണമെന്ന് ചോദിക്കാം. പക്ഷെ അക്കൂട്ടത്തില് ഭഗവാനോട് അസൂയ ഉള്ളവരും ഉണ്ടാവാം, അസൂയ ഇല്ലാത്തവരും ഉണ്ടാവാം. ഭഗവാനോട് അസൂയ ഇല്ലാത്തവർ ഇത് കേട്ട് അവര് ആ ഭക്തി മാർഗത്തിൽ മുന്നേറാൻ അവർക്ക് സാധിച്ചാൽ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളവര് വിശ്വാസിനായ ഒരു ഭക്തനിൽ നിന്ന് ഭഗവത് വചനങ്ങൾ കേൾക്കുന്നതോടെ പാപപ്രതികരണങ്ങൾ ഒഴിഞ്ഞ് പുണ്യാത്മാക്കളുടെ വാസസ്ഥാനമായ ഗ്രഹവ്യൂഹത്തെ പ്രാപിക്കുന്നു. അങ്ങനെ അതായത് ഒരു നല്ല ഭക്തനാകാൻ ശ്രമിക്കാത്തവർക്ക് പോലും ഭഗവത്ഗീത ശ്രവണം കൊണ്ട് മാത്രം പുണ്യകർമ്മങ്ങളിൽ നിന്നും നേടാവുന്ന ഫലം സിദ്ധിക്കും. നോക്കൂ, ഭഗവാൻ ഏതെല്ലാം തരത്തിലാണ് നമ്മളെ ഈ ഭഗവത്ഗീതയിലേക്ക് ആകൃഷ്ടരാക്കുന്നത്. ഇനി ഭഗവാനിൽ ശ്രദ്ധയില്ല, വിശ്വാസമില്ലാത്തവര് പോലും കേൾക്കാം, അവർക്കും കേൾക്കാം. അവർക്കും ഇതൊരു പുണ്യമാണ്. ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എന്ത് ഫലം കിട്ടുന്നുവോ ആ ഫലം ഈ ഗീത ശ്രവിക്കുന്നത് കൊണ്ട്, ഗീത വായിക്കുന്നത് കൊണ്ടും അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സർവ പാപ ഫലങ്ങളിൽ നിന്നും വിമുക്തി നേടി ഭഗവത് ഭക്തരാവാൻ ഏവർക്കും അവസരം നൽകുകയാണ് ഗീതാ പാരായണം കൊണ്ട് ഒരു ഉത്തമ ഭക്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഭഗവത്ഗീത വായിക്കുക. ദിവസവും നിങ്ങൾ വായിക്കുന്നത് ഇപ്പൊ 2 3 ആവർത്തി കഴിഞ്ഞു എങ്കിലും നമ്മളുടെ ജീവിത അന്ത്യം വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. എത്ര സമയമില്ലെങ്കിലും ഒരു ശ്ലോകം അതിന്റെ ഭാവാർത്ഥം അത് വായിച്ച് മുന്നോട്ട് പോവുക. പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തരായ പുണ്യാത്മാക്കൾ എളുപ്പത്തിൽ കൃഷ്ണാവബോധം സ്വീകരിക്കാറുണ്ട്. പുണ്യകർമ്മണ എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ പറയുന്ന ആ പ്രയജ്ഞ, ദാനം, തപശ്ചര്യകൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്നതാണ് പുണ്യപ്രവൃത്തികൾ. വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന അശ്വമേധാദി യജ്ഞങ്ങളുടെ അനുഷ്ഠാനം, ആ ഫലം ഈ ഗീത വായിക്കുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടും പഠിക്കുന്നത് കൊണ്ടും നമുക്ക് കിട്ടും. ഭഗവത് സേവനത്താൽ പുണ്യം ആർജിച്ചുവെങ്കിലും പൂർണ്ണ വിശുദ്ധി സിദ്ധിക്കാത്തവർ ധ്രുവലോകത്തെ പ്രാപിക്കും. മഹാഭക്തനായ ധ്രുവ മഹാരാജാവിന്റെ വാസസ്ഥലമായ ഈ ഗ്രഹത്തിന് ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നു. അപ്പം ആ പ്രാപ്തി എന്തുകൊണ്ട് കിട്ടും നമുക്ക്? ഭഗവത്ഗീത ശ്രവിക്കുന്നത് കൊണ്ടും ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് എല്ലാ പാപ പ്രതികരണങ്ങളിൽ നിന്നും മുക്തരായിട്ട് ആ ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ, അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ എത്തിച്ചേരാൻ, നമുക്ക് പുണ്യലോകങ്ങളിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. കശ്ചിദേതശ്രുതം പാർത്ഥ ത്വയ്യൈകാഗ്രേണ ചേതസ കശ്ചിദജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. കുന്തിപുത്രനായ ധനഞ്ജയ പറഞ്ഞാൽ ധനത്തെ ജയിച്ചവനെ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുള്ളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അർജുന, നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എങ്കിൽ ഇനിയും ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിനക്കിത് ഉപദേശിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ ഭഗവാൻ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്, ഒരു ഗുരു അങ്ങനെയാണ്, നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിക്കാൻ ഒരു ഗുരു തയ്യാറാകും. അതുപോലെയാണ് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നിനക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാല് ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് ആവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് അർജുന എന്ന്. അപ്പൊ ഭഗവാനാണ് നമ്മളുടെ അഖില ഗുരു എന്ന് പറയുന്നത്. ജഗത് ഗുരുവാണ് ഭഗവാൻ. ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നാണ് ഭഗവാൻ ഇത് അർജുനനെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരു ശിഷ്യന്റെ സ്ഥാനത്ത് നിന്നാണ് അർജുനൻ ഇത് കേൾക്കുന്നത്. അപ്പൊ അർജുനന്റെ ആധ്യാത്മിക ഗുരു എന്ന നിലയിലാണ് കൃഷ്ണൻ പ്രവർത്തിച്ചത്. ശരിയായ കാഴ്ചപ്പാടിൽ തന്നെയാണ് അർജുനൻ ഗീതോപദേശം സ്വീകരിച്ചതെന്നും അദ്ദേഹം അതിന്റെ പൊരുൾ ഉൾക്കൊണ്ടുപോയെന്നും കൃഷ്ണൻ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളുടെ അധ്യാപകരൊക്കെ പഠിപ്പിക്കുമ്പം അവര് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്കത് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് ഇവിടെ ഭഗവാൻ ഉത്കണ്ഠയുണ്ട്. അർജുനനെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതെല്ലാം അർജുനൻ പരിപൂർണമായിട്ട് അത് ഉൾക്കൊണ്ടുപോ എന്നറിയാൻ ഭഗവാന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും ഉപദേശിച്ചു കൊടുക്കാന് ഭഗവാന് തയ്യാറാവുകയാണ്. ഹരേ കൃഷ്ണ.
കൃഷ്ണനെ പോലെ ഒരു വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്നോ അവിടുത്തെ പ്രതിനിധിയിൽ നിന്നോ ഭഗവത്ഗീത ശ്രവിക്കുന്നവന്റെ അജ്ഞാന തമസ് അപ്രത്യക്ഷമാകുന്നത് അയാൾക്ക് അനുഭവപ്പെടും. നമ്മൾ ശരിയായ പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഭഗവത്ഗീത ശ്രവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലെ അജ്ഞാനങ്ങളെല്ലാം നീങ്ങും. എന്താണ് ഈ അജ്ഞത എന്ന് പറയുന്നത്? നമ്മളുടെ യഥാർത്ഥ സ്വരൂപ സ്ഥിതി എന്തെന്ന് അത് നമ്മൾ മറന്നു പോവുക. അതായത് നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്, അതാണ് നമ്മളുടെ സ്വരൂപസ്ഥിതി. അത് നമ്മൾ മറക്കുക. അതാണ് നമ്മളുടെ അജ്ഞത എന്ന് പറയുന്നത്. ആ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് ഇതുകൊണ്ട് സാധിക്കും. അല്ലാതെ മറ്റുള്ളവരൊരു ഗീത ബുക്കെല്ലാം നമ്മൾ പഠിക്കേണ്ടത്. പരമദിവ്യോത്തമ പുരുഷൻ തന്നെ പറഞ്ഞതാണിത്. ഇപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്നും ഒരു ഗുരുവിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഗുരു പരമ്പരയിൽപ്പെട്ടതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗുരുവിന് മാത്രമേ തന്റെ ശിഷ്യനെ നേർവഴിക്ക് നയിക്കാന് സാധിക്കുകയുള്ളൂ. ഉപദേശാമൃതത്തിന്റെ ഫസ്റ്റ് ശ്ലോകം വാചോവേഗം മനസ്സാക്രോധവേഗം, ആ ശ്ലോകത്തിന്റെ ആശയം ഇത് തന്നെയാണ്. ഒരു ഗുരുവിന്റെ ക്വാളിറ്റിയാണ് ആ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് ആ ഗുരുവിൽ നിന്ന് നമ്മൾ ശ്രവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബോണഫിഡെ സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയുന്നത്, പരമ്പരയിൽപ്പെട്ട ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. ആ പരമ്പരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ നമ്മളുടെ അൾട്ടറിലെ പരമ്പരയുടെ ഫോട്ടോ നമ്മൾ വെക്കും. ആ പരമ്പരയുടെ പ്രാധാന്യത്തെയാണ് അത് കാണിക്കുന്നത്. ആ ഓരോരുത്തരിൽ നിന്നും കൈമാറിയാണ് നമ്മൾക്ക് നമ്മുടെ ശ്രീല പ്രഭുപാദർക്ക് ജ്ഞാനം കിട്ടിയത്. കൃഷ്ണനിൽ നിന്നോ അഥവാ ഭഗവാന്റെ പ്രതിപുരുഷനായ ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിൽ നിന്നോ ഈ ഉപദേശങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായവൻ മുക്തനാകുമെന്ന് ഉറപ്പാണ്. അയാൾ അജ്ഞാന തപസ്സിനാകും. അപ്പൊ നമ്മള് ശരിയായ പരമ്പര വഴി നമ്മൾ ഇത് ശ്രവിക്കുകയാണെങ്കിൽ നമ്മളുടെ അജ്ഞാനങ്ങളൊക്കെ നീങ്ങി നമുക്ക് യഥാർത്ഥ നമ്മൾ ആരാണ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാന് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ കണ്ടതാണ്, ഭഗവാൻ അർജുനൻ ഇവിടെ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചു നിന്നു. ഭഗവാൻ ഓരോ തവണയും അർജുനനെ പല രീതിയിൽ പല തരത്തിലാണ് അർജുനന് ഭഗവാൻ ജ്ഞാനം കൊടുത്തത്. അപ്പൊ ഭഗവാനിൽ നിന്ന് കേട്ട് അത് മനസ്സിലാക്കിയെടുത്ത് അത് ഉൾക്കൊള്ളാൻ ആർക്ക് സാധിച്ചു? അർജുനന് സാധിച്ചു. അപ്പൊ ശ്രവണത്തിന്റെ മഹത്വമാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനിൽ നിന്ന് കേട്ട് അർജുനന്റെ വ്യാമോഹങ്ങൾ അജ്ഞതയെല്ലാം നീങ്ങി. അപ്പം ഭഗവാന് പലതരത്തില് പല മാർഗത്തിൽ കൂടിയാണ് അർജുനനെ ഉപദേശിച്ചു കൊടുത്തത്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് അർജുനന്റെ വ്യാമോഹങ്ങളെല്ലാം നീങ്ങിയതും വസ്തുക്കളെ ആ കാര്യങ്ങളെ വിവേചിച്ചറിയാൻ അർജുനന് സാധിച്ചത്. ഇപ്പോൾ അർജുനന്റെ എല്ലാ സംശയവും നീങ്ങുകയാണ് ചെയ്തത് ഇവിടെ. അപ്പൊ അങ്ങനെ അർജുനനെ യുദ്ധം ചെയ്യാന് തയ്യാറാകുകയാണ് ചെയ്തത്. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. അർജുന ഉവാച, അർജുനൻ പറയുന്നു, എന്താ പറഞ്ഞത്? നഷ്ടമോഹ സ്മൃതി ലബ്ധ്വാ ത്വത്പ്രസാദാൻ മയാച്യുത സ്ഥിതോ അസ്മി ഗത സന്ദേഹ കരുഷ്യേ വചനം തവ. ഇപ്പൊ അർജുനൻ മര്യാദരാമനായി ഇല്ലേ? ഇതാദ്യേ പാടില്ലായിരുന്നു. ഭഗവാൻ മുൻപിൽ നിന്നിട്ടാണ് പറഞ്ഞു കൊടുത്തത്, അർജുന നീ ഇതെല്ലാം വിട്ടിട്ട് നീ ഉണരൂ, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ എന്ന്. ഇല്ല, ഇത്രയും സമയം പാഴാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഇത് ഭഗവാന്റെ പ്ലാനിങ് ആണ്. കാരണം ഭഗവത്ഗീത ഉപദേശിക്കാൻ ഭഗവാൻ ഇതുപോലെ ഒരു അവസരം കിട്ടില്ല. ഇനി കലിയുഗമാണ് വരുന്നത്. കലിയുഗം മൂർച്ഛിക്കും തോറും ആൾക്കാരുടെ ബുദ്ധി തലതിരിഞ്ഞാണ് വരിക. ഒന്നിനും ആധ്യാത്മികമായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. ഇനി അങ്ങോട്ട് കാലം പോകും തോറും ആധ്യാത്മികത എന്ന് പറയുന്നത് നാമാവിശേഷം തന്നെയാകും. മനുഷ്യന്റെ ബുദ്ധി വികലമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഇതുപോലൊരു അവസരം കിട്ടില്ല. ഇതൊരു സുവർണാവസരമാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കി നമ്മളെ പോലുള്ള പതിതാത്മാക്കൾക്ക് അർജുനനിൽ കൂടി ഗീത ഉപദേശിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അല്ലാണ്ട് അർജുനൻ ഭീരുവല്ല. അർജുനൻ ഉത്തമനായിട്ടുള്ള ഒരു പോരാളിയാണ്. അർജുനൻ ഒരിക്കലും പുറകോട്ട് പോവില്ല. പക്ഷെ ഇത് ഭഗവാൻ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ ഒരു കാര്യമാണിത്. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, ഹേ അച്യുത, ഇപ്പോൾ എന്റെ വ്യാമോഹം തീർന്നു. അങ്ങയുടെ കരുണ കൊണ്ട് ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ ദൃഢനും സംശയരഹിതനുമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു. അപ്പൊ കരുഷ്യേ വചനം തവ, അങ്ങ് എന്തു പറയുന്നുവോ ഞാൻ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് അർജുനന് മനസ്സിലായി. എങ്ങനെ?
അർജുനന് തന്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് അർജുനന് ബോധ്യപ്പെട്ടു. തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ മിത്രം മാത്രമല്ല, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഇതെന്ന് അർജുനന് പൂർണ്ണമായിട്ട് ബോധ്യം വന്നു. അതാണ് ഭഗവാന്റെ മുന്നില് അടിയറവ് പറഞ്ഞത് അർജുനന് മനസ്സിലായി, എനിക്ക് സ്വന്തമായിട്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന്. തന്നെ ആ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഭഗവാനിൽ നിന്നും ഇത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് പരിപൂർണമായിട്ട് സമർപ്പിതനാവുകയാണ്. അങ്ങെന്ത് പറയുന്നുവോ ഞാനിത് അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് നമ്മളുടെ അവസ്ഥ. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വലിയ ആളാണ്, നമുക്കെല്ലാം അറിയാം, പക്ഷെ വെറുതെയാണ്. നമ്മൾ ആരും ഒന്നുമല്ല. നമുക്ക് സ്വന്തമായിട്ട് ഭഗവാനെ മനസ്സിലാക്കി എടുക്കാനോ ഒന്നിനും നമുക്ക് കഴിവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി ദഹിപ്പിക്കാൻ കഴിവില്ലാത്തതാണ് നമ്മൾ ജീവാത്മാക്കള്. അപ്പൊ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു ഭക്തന്റെ കരുണ കൊണ്ട് നമുക്കൊരു ഗുരുവിനെ, ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ, ആ ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഗുരുവിന്റെ പ്രാധാന്യം എന്തെന്ന് കൂടി ഈ ശ്ലോകത്തില് വെളിവാകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അജ്ഞത നീക്കണമെങ്കിൽ നമ്മളുടെ ഗുരുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ചാലും നമുക്കൊന്നും മനസ്സിലാക്കിയെടുക്കാനും സാധിക്കില്ല. കാരണം ദുരഭിമാനമാണ് നമ്മളെ വിഴുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും അനുസരിക്കാനും ഒന്നും നമ്മൾ തയ്യാറാവാത്തത്. അപ്പം ജീവാത്മാവിന്റെ പ്രതിനിധി എന്ന നിലയിൽ അർജുനന്റെ മൂലസ്വരൂപാവസ്ഥ ഭഗവൻ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കലാണ്. ആത്മസംയമനമാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. പരമപുരുഷന്റെ നിത്യദാസത്വമാണ് ജീവന്റെ സ്വാഭാവിക അവസ്ഥ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. ഇത് മറന്നതുകൊണ്ടാണ് ജീവാത്മാവ് ഭൗതിക പ്രകൃതിയാൽ ബദ്ധനാവുന്നത്. പക്ഷെ ഭക്തിയുടെ സേവനം കൊണ്ട് അതിൽ നിന്ന് മുക്തനാവാം. ജീവാത്മാവിന്റെ മൂലസ്വരൂപം എന്താണ്? ജീവയുടെ സ്വരൂപേര ഹോയ് കൃഷ്ണയുടെ നിത്യദാസ. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. അത് നമ്മൾ മറന്നു. അപ്പൊ അത് നമുക്കൊരു ഗുരുവിൽ കൂടി അത് നമുക്ക് ബോധ്യമാക്കി ഓർമ്മപ്പെടുത്തിയെടുക്കാന് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ കണ്ടതാണ് ഈ അധ്യായത്തിന്റെ ആദ്യം. നമ്മൾ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ്? അധിഷ്ഠാനം എന്ന് വെച്ചാല് ശരീരം വേണം. പിന്നെ കർമ്മം ചെയ്യുന്ന ജീവാത്മാവ്, കർമ്മം ചെയ്യുന്ന ഒരാൾ വേണം. പിന്നെ ഇന്ദ്രിയങ്ങൾ വേണം. പിന്നെ നമ്മളുടെ പരിശ്രമം. പിന്നെ എന്തു വേണം? പരമാത്മാവ്. ഭഗവാൻ പരമാത്മ രൂപത്തിലിരുന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകും. പരമാത്മാവിന്റെ ഇച്ഛ കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കണ, എല്ലാം തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ നമ്മളുടെ ദുരഭിമാനം കൊണ്ടാണ് നമ്മൾ ഇതൊന്നും അംഗീകരിക്കാതിരിക്കുന്നത്. ആ ദുരഭിമാനം നമ്മൾ കളയുക, അതാണ് വേണ്ടുന്നത്. ഭഗവാന്റെ ആ ദുരഭിമാനം ഇല്ലാതായാലേ നമ്മൾ ഭഗവാന്റെ നിർദ്ദേശം അനുസരിക്കാൻ നമ്മൾ തയ്യാറാകും. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ആരും അതനുസരിക്കാൻ കൂട്ടാക്കത്തർ അവരുടെ ഉള്ളിലെ ആ ദുരഭിമാനമാണ്. അതവരെ മുന്നോട്ട് വരാൻ തടയിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ അർജുനന് ദുരഭിമാനം ഉണ്ടായിരുന്നു. അതിപ്പം നഷ്ടപ്പെട്ടു പോയി, അതില്ലാതായി. ഇപ്പൊ വ്യാമോഹത്തിലായിരുന്നു അർജുനൻ വിചാരിച്ചത് എന്താണ്? മായയാണ് ഈ സൃഷ്ടിക്ക് കാരണമെന്ന്. ഭഗവാൻ നിരാകാരനാണ്, ഇതൊക്കെയാണ് അർജുനൻ ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ അതെല്ലാം നീങ്ങി തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ മിത്രമാണ്, സുഹൃത്താണ് എന്ന് കരുതിയത് പരമസത്യമാണ്, പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് അർജുനനെ പരിപൂർണമായിട്ടും ബോധ്യമായി. ഭഗവാൻ പറയുന്നുണ്ട്, മത്സ്യത്ത സർവദുർഗാണി എന്ന്. ഭഗവാനിൽ മനസ്സുറപ്പിക്കൂ, എന്നാൽ ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉദാസീനത ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാന് നമ്മൾ തയ്യാറാവണം. അതാണ് ഇവിടെ ഭഗവാൻ അർജുനനിൽ കൂടി നമ്മളോട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞത് എന്താണ്? സച്ചിദാനന്ദ സ്വരൂപനാണ്. സത്ത് ചിത്ത് ആനന്ദം, അതാണ് ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ സർവജ്ഞനാണ്, അല്ലെ? ഭഗവാന് എല്ലാം അറിയാം. അതായത് വേദാഹം സമതീതാനി എന്ന ശ്ലോകത്തിൽ അത് ഭഗവാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ സർവശക്തിമാനാണ്. അഹം സർവസ്യ പ്രഭോമത്ത സർവം പ്രവർത്തന, ആ ശ്ലോകത്തിൽ അതാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ ആ ശക്തി കൊണ്ടാണ് ഭഗവാൻ എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലെ പരമാത്മ രൂപത്തില് ഭഗവാൻ കുടികൊള്ളുന്നത്. അതുപോലെ ഭഗവാൻ സത്യസങ്കല്പനാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സ ചരാചരം. അതുപോലെ ഭഗവാൻ
നമ്മളുടെ ഭക്തരുടെ സുഹൃത്താണ്. സുഹൃതം സർവഭൂതാന ജ്ഞാത്വാമാം ശാന്തിമിച്ഛതി. ഇങ്ങനെ പല പല ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് ഭഗവാൻ നമ്മളോട് ബോധിപ്പിച്ചു തരുന്നുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ പരിപൂർണമായിട്ടും ആശ്രയിക്കേണ്ടത്. അങ്ങനെ ആ ജീവാത്മാക്കള് ആ ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, അങ്ങനെയുള്ള ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നമ്മളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും 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 ജനിക്കാന് ഇടയാവുന്നത്, നമുക്ക് ശരീരം കിട്ടുന്നത് എന്നും അർജുനനെ പരിപൂർണമായിട്ടും ബോധ്യമായി. കുന്തിസ്തുതിയില് കുന്തി മഹാറാണി പറയുന്നുണ്ട്, നമോ അകിഞ്ചന വിത്തായ. ഭഗവാൻ ആരുടേതാണ്? ഈ സൃഷ്ടിയില് എന്റേതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ സ്വത്താണ് ഭഗവാൻ എന്ന് കുന്തി മഹാറാണി പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന് നിഷ്കാമ ഭക്തി നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നാം നിഷ്കാമ ഭക്തർക്ക് ഭഗവാനെ തന്നെ കൊടുക്കാൻ ഭഗവാൻ തയ്യാറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭഗവാനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന്, വസുദേവ പുത്രനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്, ആ പരമപുരുഷനാണ് വസുദേവപുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത് എന്ന് അർജുനന് ഉത്തമ ബോധ്യം വന്നു. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ പരിപൂർണമായിട്ട് ആശ്രയിക്കുകയാണ്, ശരണം പ്രാപിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിക്കരുത് എന്ന് അർജുനൻ ഇവിടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കരിഷേ വചനം തവ, അങ്ങെന്ത് പറയുന്നുവോ ഞാനത് അനുസരിക്കാം, എന്നെ ഉപേക്ഷിക്കരുത്. ഈ ഒരു അപേക്ഷയാണ് നമുക്കും വേണ്ടത്. നമുക്കും ഭഗവാനല്ലാതെ നമുക്ക് ആരുമില്ല, ആരും ആശ്രയമില്ല. ആ ഭഗവാനല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അത് നമ്മൾ ഭഗവാനെ നമസ്കരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പറയണം, അപേക്ഷിക്കണം ഭഗവാനോട്, എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ പരിതാത്മാവാണ് എന്ന് നമ്മൾ എപ്പോഴും എപ്പോഴും ഭഗവാനോട് അപേക്ഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, കൃഷ്ണൻ തന്റെ സുഹൃത്തെന്ന് മാത്രമല്ല പരമദിവ്യോത്തമ പുരുഷനുമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കൃഷ്ണൻ അദ്ദേഹം ശരിയായി മനസ്സിലാക്കി. ഭഗവത്ഗീത പഠനം കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയാൻ ഉതകുന്നതാണ്. അങ്ങനെ തികച്ചും കൃഷ്ണനെ പറ്റി ജ്ഞാനം നേടിയവർ ഭഗവാനെ സ്വയം സമർപ്പിക്കും. അനാവശ്യമായ ജനപ്പെരുപ്പം കുറയ്ക്കണമെന്നാണ് കൃഷ്ണന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കി അർജുനൻ അതിനുവേണ്ടി പൊരുതാൻ ഉറച്ച് വീണ്ടും വില്ലും ശരങ്ങളും എടുക്കുകയാണ്. ഭഗവൻ നിർദ്ദേശാനുസൃതമായിരിക്കും ഈ യുദ്ധം. അപ്പോൾ അർജുനന് തീർത്തു ബോധ്യമായി, പരമദിവ്യോത്തമ പുരുഷനാണ്, ഭഗവാനാണ് വസുദേവ പുത്രനായിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. തന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത്രയും നേരം എന്നെ ഉപദേശിച്ച് ധൈര്യം തന്ന് ഉണർത്തിയെടുത്തത് ആരാണ്? ആ ഭഗവാൻ തന്നെയാണ് എന്ന് ഉത്തമ ബോധ്യം വന്നിട്ട് അടിയറിവ് പറയുകയാണ് അർജുനൻ ഇവിടെ ഭഗവാനോട്. അങ്ങെന്ത് പറയുന്നുവോ, അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിൽ കൂടി ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കണം. പരിത്രാണായ സാധുവിന വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങയുടെ അവതാര ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ആ കൃത്യം ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക, ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യുക, അത് എന്നിൽ കൂടി നിർവഹിക്കണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ഞാനത് അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പറയുക മാത്രമല്ല, ഇത്രയും നേരം താടിക്ക് കൈയും കൊടുത്ത് ദുഃഖിച്ചിരുന്ന ആളിപ്പം ഉഷാറായിട്ട് തന്റെ ഗാന്ധീവം എടുത്ത് യുദ്ധത്തിന് തയ്യാറായി എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ രംഗമാണ് ഇപ്പം നമ്മളുടെ മനസ്സിൽ വരേണ്ടത്. യുദ്ധം ചെയ്യാനായിട്ട് ഉഷാറായിട്ട് ആ ആലസ്യങ്ങളൊക്കെ വെടിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ അങ്ങ് എന്തു പറയുന്നുവോ ഞാൻ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അർജുനനെയാണ് നമ്മളിപ്പോൾ അവസാനം നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മളുടെ ആയുധം നമ്മൾ എടുക്കുക. നമ്മളുടെ ആയുധം എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതാണ് നമ്മളുടെ ആയുധം. ആ ആയുധം എടുത്ത് പോരാടാന് നമ്മളും തയ്യാറാവണം. കാണുന്നവരോടൊക്കെ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ നമ്മൾ പറയുക. അവരെ കേൾക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട, നമ്മളും ഇത് ആചരിക്കുക. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം ബാക്കി അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സോടെ ഭഗവത്ഗീത അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നോൺ സ്റ്റോപ്പ് ആയിട്ട് പോണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാരും വരിക, സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്. ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. മാതാജി, ഒരു സംശയം ചോദിക്കട്ടെ? നേരത്തെ മാതാജി പറഞ്ഞതാ, എങ്കിലും എനിക്കത് അങ്ങോട്ട് പിടികിട്ടിയില്ല. ഈ അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യാന്ന് പ്രാതികൂലസ്യാന്ന്
പ്രാതികൂലസ്യ വർജനം. ആ പ്രതികൂലസ്യ വർജനം. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷിഷ്യേതി വിശ്വാസം. അത് ശരണാഗതി. പ്രതികൂലസ്യ എന്നാണ് അല്ലേ മാതാജി? പ്രതികൂലസ്യ സങ്കല്പ, അതായത് പ്രാതികൂലസ്യ, അതിവിടെ അക്ഷരത്തെറ്റുകൾ ധാരാളം ഉണ്ട് ഇതില്ല. പ്രതികൂലമായിട്ട് നിൽക്കുക, എതിരായിട്ട് നിൽക്കുക. ഭക്തിക്ക് എതിരായിട്ട് വരുന്ന കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. ഇത് ഉപദേശാമൃതത്തിലും പറയുന്നുണ്ട്. രൂപഗോസ്വാമിയുടെ ഹരിഭക്തി വിലാസത്തിൽ നിന്ന് കോട്ട് ചെയ്തതാണ് ഇത്. നമ്മൾ മിക്കപ്പോഴും എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണ്. ഭക്തിക്ക് അനുകൂലമായതിനെ സ്വീകരിക്കുക, ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. എങ്കിലേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാനേ സാധിക്കുകയുള്ളൂ. അത് തന്നെയുമല്ല, എപ്പോഴും ഭഗവാൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം നമുക്കുണ്ടാവണം. ഭഗവാന് ഏതവസ്ഥയിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഭഗവാൻ നമ്മുടെ മെയിൻറ്റെയിനർ ആണ്, പരിപാലകനാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം. പിന്നെ ഭഗവാന് നമ്മൾ പരിപൂർണമായിട്ട് സമർപ്പിതരാവണം. നമ്മൾ അങ്ങേയറ്റം വിനയമുള്ളവരാകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ശ്ലോകം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. ഇതനുസരിച്ചെങ്കിലേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതിനൊക്കെ നമ്മൾ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകണം.